നമസ്കാരം. രണ്ടാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ബി.ജെ.പിയുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നതാണ് കാശ്മീരിന്റെ പ്രത്യേക പദവിയായ ആർട്ടിക്കിൾ 370 റദ്ദാക്കും എന്നുള്ളത്. കൂടാതെ കാശ്മീരിൽ വർദ്ധിച്ചു വരുന്ന തീവ്രവാദ ആക്രമണത്തിന് ഒരു അറുതി വരുത്തുമെന്നും അതിനെ നിഷ്ഠൂരമില്ലാതാക്കുമെന്നും നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞിരുന്നു. രണ്ട് തീരുമാനവും ബി.ജെ.പി സർക്കാർ നടപ്പിലാക്കുക തന്നെ ചെയ്തു. അതൊരു ചരിത്രപരമായ ഒരു നേട്ടം തന്നെയാണ്. ഇപ്പോൾ ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്തതിനേക്കാളും നിർണായകമായ ഒരു ചരിത്രപരമായ ഒരു നീക്കമാണ് അമിത്ഷാ ഇപ്പോൾ നടത്താൻ പോകുന്നത് കാശ്മീരിൽ. അതായത് ഇനി വരാൻ പോകുന്ന ചരിത്രപരമായ തീരുമാനം എന്താണെന്നാൽ അതായത് ജമ്മു കാശ്മീരിന്റെ പേര് മാറ്റാൻ പോകുകയാണെന്നാണ് അമിത്ഷാ ഇപ്പോൾ ഒരു സൂചന നൽകിയിരിക്കുന്നത്. ഡൽഹിയിൽ നടന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങിലാണ് അമിത്ഷാ കാശ്മീരിന്റെ പേര് മാറ്റുന്നത് സംബന്ധിച്ച് സൂചന പുറത്തുവിട്ടിരിക്കുന്നത്. ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ത്രൂ ദ ഏജസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശവേളയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കാശ്മീരിന്റെ ചരിത്ര ഭൂതകാലത്തെ കുറിച്ച് ഒരു പരാമർശം നടത്തിയതിന് പിന്നാലെയാണ് പേര് മാറ്റുന്നത് സംബന്ധിച്ച് അമിത്ഷാ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. പുരാതന ഋഷി കശ്യപിന്റെ പേരിലാണ് കാശ്മീരിന് ഈ പേര് നൽകിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ചരിത്രം ഭരിക്കുന്ന ആളുകളെ സുഖിപ്പിക്കുന്ന കാലഘട്ടം കഴിഞ്ഞുവെന്നും ബി.ജെ.പി ഭരിക്കുമ്പോൾ ചരിത്രം രചിക്കേണ്ടത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണമെന്ന് അമിത്ഷാ ഡൽഹിയിൽ പറഞ്ഞിരിക്കുകയാണ്. 2019 രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്താണ് സംസ്ഥാനത്തിന്റെ രണ്ട് കേന്ദ്രഭരണ പ്രദേശത്തെ വിഭജിച്ചത്. കഴിഞ്ഞ വർഷം കാശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദു ചെയ്തതോടെ സമാധാനപരമായ രീതിയിൽ കാശ്മീരിൽ ചരിത്രപരമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ ബി.ജെ.പി സർക്കാരിന് സാധിച്ചു. കൂടാതെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വോട്ട് കാശ്മീരിന്റെ മണ്ണിൽ രേഖപ്പെടുത്താനും കൂടാതെ വിദേശത്ത് നിന്ന് നമ്മുടെ ഭാരതത്തിന്റെ വോട്ട് പഠിക്കാനും ഒരുപാട് ആളുകൾ എത്തി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കാശ്മീരിൽ തീവ്രവാദവും ഓരോ ഭാഗത്തു നിന്ന് കുറഞ്ഞുകൊണ്ടുവരികയാണ്. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറുന്ന പാക് തീവ്രവാദികളെ ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ നിഷ്ഠൂരം വധിക്കാനുള്ള ഒരു നിർദ്ദേശം അമിത്ഷായും അജിത് ഡോവലും നൽകി കഴിഞ്ഞു. കൂടാതെ ഒമർ അബ്ദുള്ള ബി.ജെ.പി പറയുന്നത് കേട്ട് മാത്രമാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഒമർ അബ്ദുള്ള അവിടെ ഭരിക്കുന്നുണ്ടെങ്കിലും എല്ലാ നിർദ്ദേശങ്ങളും എടുക്കുന്നത് ബി.ജെ.പി തന്നെയാണ്. കാരണം ആഭ്യന്തരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാന തീരുമാനങ്ങളും പ്രധാന വകുപ്പുകളും ഉൾപ്പെടെ പ്രധാന നിർദ്ദേശങ്ങളും അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണറുടെ കയ്യിലാണ് കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്നത്. കാരണം ഒമർ അബ്ദുള്ള അധികാരമേറ്റ പിറ്റേന്ന് തന്നെ ഗവർണർക്ക് കൂടുതൽ വകുപ്പുകൾ, കൂടുതൽ പദവികൾ, കൂടുതൽ അധികാരങ്ങൾ കേന്ദ്ര സർക്കാർ ഗവർണർക്ക് കാശ്മീരിലെ ഗവർണർക്ക് നൽകിയിട്ടുണ്ട്. ചെറിയ അപ്രധാനമായ അതായത് വലിയ പദവികൾ ഇല്ലാത്ത റോഡ്, കൃഷി അങ്ങനത്തെയുള്ള വകുപ്പുകളാണ്, അങ്ങനത്തെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മാത്രം മതി എന്നാണ് കേന്ദ്ര സർക്കാർ ഒമർ അബ്ദുള്ളയോട് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള ആഭ്യന്തരം, അവിടുത്തെ ജനങ്ങളുടെ ജീവിത കാര്യങ്ങൾ, അവിടുത്തെ ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ലഫ്റ്റനന്റ് ഗവർണറിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത്.